രൂക്ഷ വിമർശനവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കായുള്ള സർക്കാർ നിലപാടുകൾക്ക് വിരുദ്ധമായാണ് ഗവർണറുടെ പ്രവർത്തനങ്ങളെന്ന് മന്ത്രി വിമർശിച്ചു. സർവകലാശാലകളിൽ വലിയ സ്ഥാനം ഗവർണർക്കില്ലെന്നതിന്റെ തെളിവാണ് കോടതി വിധികൾ. സർവകലാശാലകളിൽ കാവ്യവൽക്കരണ ശ്രമം നടക്കുകയാണ്. തന്നെയും കേരളീയരെയും ക്രിമിനൽ എന്നാണ് ഗവർണർ വിശേഷിപ്പിച്ചത്. ഫ്യൂഡൽ മനോഭാവത്തിൽ നിന്നും ജനിക്കുന്നതാണ് ഇത്തരം പ്രസ്താവനകളെന്നും മന്ത്രി പറഞ്ഞു. കേരള സർവകലാശാലയുടെ സെനറ്റിലേക്കുള്ള അംഗങ്ങളുടെ നിയമനത്തിൽ ഗവർണറും ഇടപെട്ടപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി ആ ഒരു നിയമ നടപടി റദ്ദാക്കിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രതികരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആണ്. നമ്മുടെ കലാലയങ്ങളും സർവകലാശാലകളും മികച്ച റാങ്കിങ്ങുകൾ നേടി മുന്നോട്ടു പോവുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ നടത്തുന്ന ഈ പരിശ്രമങ്ങളെ പുറകോട്ട് വലിക്കുന്നതിന് കഴിയുന്ന തരത്തിലുള്ള നിരന്തര ഇടപെടലാണ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തികച്ചും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുകയും അനാവശ്യമായിട്ടുള്ള വ്യക്തിപര ഇടപെടലുകൾ സർവകലാശാലകളിൽ നടത്തുകയുമാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള സർവകലാശാലയിലേക്ക് സെനറ്റിലേക്ക് വളരെ മോശമായ നിലയിൽ അക്കാദമിക് ക്വാളിറ്റിയോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലെ എക്സലൻസോ പരിഗണിക്കാതെ ABVP-കാരാണ് എന്ന ഒറ്റ കാരണത്താൽ ചില വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഹൈക്കോടതി ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഈ മേഖലയുടെ ഗുണമേന്മ വർധനവിനു വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് സഹായിക്കാൻ ഉത്തരവാദിത്തമുള്ള അദ്ദേഹം ഇത്തരത്തിൽ കാവ്യവൽക്കരണത്തിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് നിരന്തര ഇടപെടൽ നടത്തുന്നത് തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. എന്താണ് കാര്യം എന്ന് പോലും എനിക്ക് അറിയില്ല. ക്രിമിനൽ എന്നുവരെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, വിശേഷിപ്പിക്കുകയുണ്ടായി. അതെല്ലാം തന്നെ വളരെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കേരളീയരെ ആകമാനം ക്രിമിനൽ എന്നൊക്കെ വിളിക്കാൻ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് കഴിയുക? അപ്പോൾ നിരുപാധികം എല്ലാ അധികാരങ്ങളും തന്നിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത് എന്ന ആ ഫ്യൂഡൽ മനോഭാവത്തിൽ നിന്ന് ജനിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പല ഇടപെടലുകളും. വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അർച്ചന രവീന്ദ്രൻ ചേരുന്നു. തത്സമയം ഗുഡ് മോർണിംഗ് അർച്ചന. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഇന്നലെ അർച്ചന രവീന്ദ്രന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് കാണാൻ പറ്റിയില്ല. ഇന്നലെ വേണ്ട ഈ ബ്രേക്കിങ്ങുമായിട്ടൊക്കെ വരാൻ? ചേച്ചി ഒന്ന് ലേറ്റ് ആയി പോയി. ഓക്കെ, അപ്പോൾ ആ വിശ്വസ് നമ്മുടെ പ്രേക്ഷകരും അർച്ചനയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോളൂ. അർച്ചന നമ്മുടെ ഈ ടീമിലേക്ക് വന്ന നമ്മുടെ കുട്ടിക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അർച്ചന, ഇന്നത്തെ ഈ ബ്രേക്കിംഗ് പക്ഷേ ഒട്ടും കുട്ടിയല്ല, ഇച്ചിരി വലിയ ബ്രേക്കിംഗ് തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു തുറന്നടിക്കൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും വരുന്നു. നേരത്തെ ഒന്ന് വെടിനിർത്തലായിരുന്നല്ലോ. ഇപ്പോൾ എന്തൊക്കെയാണ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വെക്കുന്നത്? ഇന്നലെ ഗവർണർ ഓർഡിനൻസ് മടക്കിയിട്ടുണ്ട്. നാളെ മന്ത്രിസഭാ യോഗം ചേരാൻ പോകുന്നു. അതിനിടയിലാണ് മന്ത്രിയുടെ വെടിപൊട്ടിക്കൽ. എന്തൊക്കെയാണ് മന്ത്രി പറയുന്നത്? അതേ സുജിയ, വലിയ രീതിയിലുള്ള അതിരൂക്ഷമായ ഒരു ആരോപണങ്ങൾ തന്നെയാണ് ഗവർണർക്കെതിരെ ഇപ്പോൾ മന്ത്രി ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാർ ഗവർണർ പോര് അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദുവും രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാലയിലെ സെനറ്റ് യോഗത്തിൽ സെനറ്റ് നിയമനത്തിലെ ഇതിനെതിരെ സെനറ്റ് യോഗത്തിൽ ഗവർണർ അനധികൃതമായ ഇടപെടൽ നടത്തിയെന്നൊരു വാദം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഇപ്പോൾ മന്ത്രി ആർ ബിന്ദുവും പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാം സർവകലാശാലയിൽ വ്യക്തിപരമായ ഇടപെടലാണ് ഗവർണർ നടത്തുന്നുവെന്ന ഒരു വാദമാണ് ഇപ്പോൾ മന്ത്രി ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തിപരമായ ഇടപെടലുകളും അതുപോലെ സർവകലാശാലയിൽ അങ്ങനെ വലിയ സ്ഥാനം ഗവർണർക്കില്ല എന്ന തരത്തിലുള്ള വാദവും ഇപ്പോൾ മന്ത്രി പറയുന്നുണ്ട്. എന്നെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കുകയും അതുപോലെ തന്നെ കേരളീയ എല്ലാം ക്രിമിനൽ എന്ന തരത്തിലുള്ള വാദവും ഇപ്പോൾ
മന്ത്രി പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആരോപണങ്ങളാണ് ഗവർണർക്കെതിരെ മന്ത്രി ഉന്നയിക്കുന്നതും. അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ആരോപണങ്ങളായിരുന്നു ഈ ഒരു കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സർവകലാശാലയിൽ ഗവർണർ അനധികൃതമായി ഇടപെടൽ നടത്തുന്നു എന്നൊരു വാദമായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നതും. സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ഗവർണർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ മന്ത്രി രംഗത്ത് വന്നതും. സെനറ്റിലെ 17 പേരിൽ സർവകലാശാല നിർദ്ദേശിച്ച പട്ടിക തിരുത്തിയെന്ന ഒരു വാദമാണ് മന്ത്രി പറയുന്നതും. ഇത്തരത്തിൽ വലിയ ഒരു ആരോപണവുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നതും. സുജയ. ഓക്കെ അർച്ചന, ഇതിൽ മന്ത്രി പറഞ്ഞ മുഹമ്മദ് ഖാൻ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പ്രതികരണം കൂടി നമുക്ക് എടുക്കാം. ഈ വാർത്തയിൽ എന്തൊക്കെയാണ് കൂടുതലായി പറയാനുള്ളത് എന്നത് കൂടി നോക്കാം. താങ്ക് യു വൺസ് അഗെയിൻ. അർച്ചന രവീന്ദ്രനാണ് നമുക്കൊപ്പം ചേർന്നത്.